What a beauty. പൊളിയല്ലേ സംഭവം വെറൈറ്റി ഐറ്റമായിട്ട് ഇറങ്ങിയൊക്കെയാണ്. നമ്മുടെ ഐറ്റംസ് പിന്നെ വെറൈറ്റി ആയിരിക്കുമല്ലോ ഓൾവേസ്. നമ്മളുടെ പൊതുവേ വീഡിയോന് കുറച്ച് ലെങ്ത് ആവണമെന്നുണ്ടാക്കാനുള്ള പരാതിയുണ്ട്. ഓൾവേസ് ആരെങ്കിലും വെച്ച് കഴിച്ച് എങ്ങനെയുണ്ടെന്ന് പറയണം എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ലെങ്തായിട്ട് വിശദമായിട്ടൊക്കെ കാണിക്കുന്നത്. കണ്ടെന്നറിയാൻ വേണ്ടി മാത്രമല്ല, ആരെങ്കിലും ഉണ്ടാക്കി തിന്നെന്നറിയാനും കൂടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യണം. സോ അങ്ങനെ പരിഗണിക്കണം. ജസ്റ്റ് താല്പര്യമുള്ളവർ മുഴുവൻ കണ്ട് സഹകരിക്കണം എന്ന് വിശദീകരിക്കുന്നു. വെള്ളമില്ലാണ്ട് പണി നടക്കില്ല, മുട്ടൻ ചൂടാണ്. അപ്പോൾ ഉണ്ടല്ലോ സംഭവം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ചാള ബിരിയാണി, അതായത് മത്തി ബിരിയാണി പെട്ടക്കും വെറൈറ്റി തന്നെ ഇരിക്കുള്ളൂ. ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാ. തിന്ന് നോക്കണം, ഉണ്ടാക്കി വേറെ കടിച്ചു പോകുന്നുള്ളതിൽ 100% ഗ്യാരണ്ടി. 1 കിലോ ചാളയുണ്ട്. ചാള 1 കിലോ ചാള വെട്ടി സെറ്റാക്കി മേടിച്ചേക്കണേണ്. കണ്ടിട്ട് എന്താ നെയ്യ് അതിൻ്റെ ഉണ്ട്, അത്യാവശ്യം നെയ്യുണ്ട്. ഇപ്പം ഈ ചാളക്കൊക്കെ വലിയ ടേസ്റ്റ് ഒന്നുകൊണ്ടൊന്നും തോന്നണില്ല. ചാളയുടെ ഒന്നും സീസണല്ല, അതിലൊക്കെ ടേസ്റ്റ് ഉണ്ടായില്ല. പക്ഷെ നമുക്ക് പണി നോക്കാം, സെറ്റാക്കി എടുക്കാം. ഒരു ഇടത്തരം ചാളയാണ് ഗൈസ്. നല്ല ഗ്യാരണ്ടി സ്മെല്ലുള്ളതുകൊണ്ട് നല്ലതായിരിക്കും. ഉണ്ട് അത്യാവശ്യം നെയ്യുണ്ട്. നല്ല അടിപൊളി നെയ്യ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചവറ പോലെ ഇരിക്കും. പ്രത്യേകിച്ച് കപ്പ ബിരിയാണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വടക്കൻ സൈഡിലോട്ടൊക്കെ പറയണ പോലെ മറ്റേ കപ്പയിലിട്ട് കപ്പ ബിരിയാണിയാണ് കേട്ടോ എക്സാക്റ്റ്ലി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അരി ബിരിയാണിയല്ല, ചാളയിട്ട് വെക്കുന്ന കപ്പയും കൊണ്ടുള്ള കപ്പ ബിരിയാണി. അതും വെറൈറ്റി സ്റ്റൈൽ, വൈറ്റ് സ്റ്റൈൽ, ടേസ്റ്റി ആൻഡ് ടേസ്റ്റി. ഓക്കെ, നൈസായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് പിടിക്കാം. ഉപ്പിട്ടിട്ട് ചാളനെ ഒന്ന് പിടിക്കണമെന്നുള്ളത് പൊതുവേ ഉള്ളൊരു ട്രഡീഷണൽ സ്റ്റൈലാണല്ലോ. അതുകൊണ്ട് കുറക്കണ്ട, നൈസായിട്ട് ഉപ്പിട്ടൊന്ന് ബ്ലാങ്ങിയിട്ട് നമുക്ക് ഒന്നും കൂടി ക്ലീൻ അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, സംഭവം നിങ്ങൾ വിചാരിക്കണ പോലെ മറ്റേ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പുളിയും എല്ലാം കൂടി കുത്തിക്കലയ്ക്ക് നമ്മുടെ സാധാരണ ട്രഡീഷണൽ ചാളക്കറി അല്ല. ഇത് തീർത്തും വ്യത്യസ്തമായിരിക്കുള്ളൂ. നൈസായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും ഉള്ളു. മുളക്, ഒരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു ലോഡ് ചെറിയുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇനി വിനാഗിരി വരും, വേപ്പില വരും, അത്രേ ഉള്ളു പണി. സംഭവം കണ്ടോ വെറൈറ്റി ആയിരിക്കുള്ളൂ. ഈ വെളുത്ത് കിടക്കണ ഒരു സൈസ് കറിയാണ് വരാൻ പോണത്. അതിനോട് താല്പര്യമില്ലാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല. പക്ഷെ നല്ല ഫ്രഷ് ആൻഡ് നീറ്റായിട്ട് അടിപൊളി നല്ല വിരൽ കടിച്ച് പോണ സെറ്റപ്പിലാണ് സംഭവം സെറ്റ് ചെയ്യാൻ പോണത്. തീർത്തും നമ്മളുടെ കുത്തിക്കലയ്ക്കുള്ള കറിയല്ല. ദാറ്റ് മീൻസ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കുറുക്കിയിട്ട് പുളിയിട്ട് സെറ്റിൽ ചെയ്ത് വറ്റിക്കണ കറിയല്ല ഈ സാധനം. ഇതാദ്യം കറിയാക്കി വെച്ചിട്ട് ഇത് വെച്ച് നമ്മൾ കപ്പ ബിരിയാണി അടിക്കും. സോ കറി വെച്ചെടുത്ത് നിങ്ങൾക്ക് ചോറും കൂട്ടി അടിക്കാം. നെക്സ്റ്റ് സ്റ്റൈലിൽ കപ്പ ബിരിയാണി ആക്കാം. സോ സംഭവം സിമ്പിളാണ്. ഇതപ്പോൾ നമ്മളുടെ നൈസായിട്ട് ചതച്ചെടുക്കണം, അരക്കരുത്, നല്ല രീതിയിൽ ചതക്കണം, കുത്തി ചതക്കണം, പൊളിച്ചെടുക്കണം. അവനെ എന്നാ അവിടെ പെണ്ണുമ്പിള്ള ചെയ്യും. അപ്പോൾ ഗായ്സ്, പണി പെണ്ണുമ്പിള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ചതക്കല അരക്കലൊക്കെ നമുക്ക് പറ്റിയ പണിയല്ല. നൈസായിട്ട് കുത്തി പൊളിച്ചെടുക്കാം. ചാളിവിടെ നീറ്റായിട്ട് വെള്ളി അടിച്ചിരിപ്പുണ്ട്. ഇതിനകത്തോട്ട് കുത്തി ചതച്ച് നമ്മൾ ഇട്ടിട്ട് ഇങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് വേറെ പണി അരണ്ടട്ട ഷൈജി മറ്റേ പാട്ടിടണോ? ആട്ടുമണിൻ്റെ കല്ലിലിരുന്ന് കല്ലിലമ്മി കല്ലി കുത്തി ഇത് വൈറലാവും. ഇവിടെ മറ്റേ കുഴിയുള്ള ഐറ്റത്തിലിട്ട് കുത്തണം, അല്ലെങ്കിൽ ഉള്ളി ചിലപ്പോൾ ഓടി കളിക്കും. വൈ അടിച്ചെടുത്താൽ മതി. സെറ്റ് സെറ്റ് ഗൈസ്. കുറച്ച് പച്ചമുളക് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അരിയുള്ള സൈസ് പ്രത്യേക തരം ഇപ്പം കിട്ടുന്ന പച്ചമുളകാണ്. പച്ചമുളക് പൊട്ടിയിട്ട് ബലൂൺ പൊട്ടറോല ഉണ്ടല്ലോ. പച്ചമുളക് 1 കിലോ ചാള എടുത്തിട്ടുള്ളൂ. പക്ഷേ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇത്തിരി എരിവും വേണം. പിന്നെ കപ്പയിലിട്ട് പിടക്കാനുള്ളതാണ്. അതിൻ്റെ പേരിൽ കപ്പക്കും കുറച്ച് എരിവ് പിടിക്കാൻ വേണ്ടി ചാളക്കകത്ത് നമ്മൾ കുറച്ച് മുളക് കൂട്ടിയെടുക്കുന്നുണ്ട്. വളരെ കാലത്തിന് ശേഷം അരക്കൽ. മതി ഷാജി തേച്ച് പിടിപ്പിക്കല്ലേ, ചതച്ചെടുത്താൽ മതി. ഒന്നുകൂടി 2 കുട്ടും കൂടി കൊടുക്കും.
അരക്കരുത്, ചതച്ചു. ദിസ് വൺ റെഡി. ഒന്നുകൂടി ചതച്ചെടുത്തു. അപ്പോൾ ഈ ലെവലിൽ പണി നടക്കണം ഗൈസ്. അരക്കരുത്, ചതക്കുക. ഓക്കെ, അടുത്ത പണി ഞാൻ ഏറ്റെടുക്കാം. ഓക്കെ, താങ്കൾക്ക് വളരെ നന്ദി. ഒരു വിക്ടറി. ഓക്കെ, അപ്പോൾ ഗൈസ് പണി സെറ്റായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ്. അതെ, നമ്മുടെ സാധനം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതെ, ചാള റെഡി. പണി നോക്കിക്കോട്ടാ. നമ്മളുടെ ചാളക്കറിയുടെ എല്ലാം എന്താ പറയുക സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ പൊളിക്കാൻ പോയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നെയ്യിനനുസരിച്ചിരിക്കും. സീസണൽ ചാളയാണെങ്കിൽ പൊള്ളിയായിരിക്കുള്ളൂ. ഒരു സാധനവും വേണ്ട, വളരെ സിമ്പിളായിട്ട് വെച്ചെടുക്കാവുന്നുള്ളൂ. ഉള്ളിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. സോ സീരിയസ്, നമുക്ക് ആദ്യം തന്നെ ഇവനെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് പിടിക്കാം. റെഡി, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ചളകർമ്മം, എന്താ പറയണ മറ്റവന്മാര്, മംഗളകർമ്മം മഞ്ചളിൽ ആരംഭിക്കണം. അതെ, ഇനി അടുത്ത പണി നമ്മുടെ ഇഞ്ചി. ഓക്കെ, സോറി, വെളുത്തുള്ളി ആയിരുന്നു. അടുത്തത് കുറച്ച് ഇഞ്ചി. അതിനുശേഷം നമ്മുടെ പച്ചമുളക്. അതിനുശേഷം നമ്മുടെ ഉള്ളി മുകളിൽ നിൽക്കുക. ഉള്ളി മുകളിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ പണി ഇത്രോള് കഴിഞ്ഞിട്ടില്ല. അതെ, നല്ല വേപ്പില മസ്റ്റാണ്. സിമ്പിൾ. ഇവനെ അങ്ങോട്ട് നമുക്ക് കൂട്ടി അങ്ങോട്ട് എടുക്കാം. വാട്ട് എ ബ്യൂട്ടി മാൻ. കലക്കിയിട്ടുണ്ട്. അപ്പോൾ പണി മനസ്സിലായല്ല? ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, മുളക് ചതച്ചത്, മഞ്ഞപ്പൊടി, ഉപ്പ് ആൻഡ് വേപ്പില. എന്നിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ ഇതേ ഇവനെ ഉപ്പ് ഇട്ടങ്ങോട്ട് പച്ചക്ക് തിളപ്പിക്കാൻ പോയാണ്. ഒരിത്തിരി വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഗൈസ്. ഒരു പൊടിക്ക് ചാളയിൽ നിന്ന് വെള്ളം ഇറങ്ങും. പോരെ ഷാജി, ഇതിനകത്ത് വന്നോളൂല്ലേ? അപ്പോൾ ഇവനെ അങ്ങോട്ട് തട്ടിപ്പൊത്തിയിട്ടേ റോസ്റ്റാണ്ടാ, ചാറൊന്നും ഇല്ലട്ടെ ഇതിനകത്ത്. റെഡി, ഇവനങ്ങോട്ട് സെറ്റിൽ ചെയ്യാട്ടാ. അപ്പോൾ സംഭവം സെറ്റ്. നമുക്ക് ഇവനങ്ങടെ ചൂടാക്കാൻ വെക്കാം, ഇരിക്കട്ടെ. അപ്പോൾ 1-2 കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ സെറ്റായി കഴിഞ്ഞിട്ട് മോളിൽ കൂടി തൂക്കണം, എന്നാലാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി വരുള്ളൂ. സോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത പണി ഇവനൊന്ന് വെന്ത് വരുമ്പോൾ ഒരു 2 സെക്ഷൻ പണി കൂടിയുണ്ട്. ഇപ്പോൾ ശരിയാക്കാം. അപ്പോൾ ഓക്കെ, ഇവനൊന്ന് മൂടി വെക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചേക്കാം അല്ലേ? പൊടിക്കും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. മൂടിയൊക്കെയാണ്. അപ്പം ഇനി അടുത്തത് നമ്മുടെ കപ്പട പണി കൂടിയുണ്ട്. കപ്പ സെറ്റ് ചെയ്തിട്ട് നല്ല ചെണ്ടനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനെ കൂടി നമുക്ക് അടപ്പത്ത് കയറ്റാം ഗൈസ്. അപ്പം നമ്മുടെ കപ്പ കയറ്റിയിട്ടുണ്ട്. കപ്പ മൂടിയൊക്കെ ഷൈജി കാറ്റടിക്കണേൻ്റെ തടയാനായിട്ട് കട്ടക്കപ്പായൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഓ അതെ, നോക്ക്, ഗ്യാസിൻ്റെ അവസ്ഥയാണെങ്കിൽ മറിഞ്ഞ് കിടക്കുകയാണ്. തീർന്നു അവസാന ഗ്യാസ്. ദൈവത്തിനറിയാം എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണുള്ള അവസ്ഥ. അപ്പോൾ സംഭവം നൈസായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി നല്ല പച്ച വേണമെന്നല്ല ഗൈസ്. അപ്പോൾ ഉണ്ടല്ലോ, ചാളയിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇത്രമാത്രം. കുഴപ്പമില്ല, ഇതിൻ്റെ നൈസായിട്ട് കിടന്നോട്ടെ, സീനില്ല. അപ്പോൾ അടുത്ത പണി നോക്കിക്കോ. എന്താണെന്നറിയാമോ? വിനാഗിരി. ഇവനാണ് ഇതിനകത്ത് ടേസ്റ്റ് കൊടുക്കാൻ പോണ കേട്ടാ. ഇവനും അവസാനം അതിന് ശേഷം പച്ച വെളിച്ചെണ്ണ മോളിൽ കൂടി തൂവും. ഇവനും കൂടി അങ്ങോട്ട് കയറുമ്പോൾ ഒരു മണം കിട്ടും. നീ നോക്കിക്കോട്ടെ ഷൈജി. നൈസായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോ. ഒന്നും നോക്കണ്ട, ഇതാണ് ഫ്ലേവർ. ഒരു 2.5 അടപ്പൻ. ഓക്കെ, വെള്ളം കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വറ്റിപ്പിച്ചെടുക്കണം. ഇനി അടച്ചു വെക്കണ്ട, പിന്നെ ഇവിടെ കിടന്ന് അങ്ങോട്ട് വറ്റട്ടെ. അപ്പോൾ ഗൈസ്, അവസാന പണി കേട്ടാ. നൈസായിട്ട് വെളിച്ചെണ്ണ തൂകണ പണിയാണ്. ഇതാണ് മെയിൻ ഫ്ലേവർ. സീരിയസ്, നൈസായിട്ട് ഒന്നും നോക്കണ്ട, കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തോ. ഓക്കെ, റെഡി. സംഭവം പണിവാളി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാൽ കഴിഞ്ഞാൽ വെള്ളം
വെള്ളം ഒഴിക്കാനേ പാടില്ല. നേരെ ഡയറക്റ്റ് ആ ചാളയിൽ നിന്നും ആ ഇഞ്ചിയിൽ നിന്നും പച്ചമുളകിൽ നിന്നും വെളുത്തുള്ളിൽ നിന്നും വരുന്ന ഫ്ലേവർ പിടിച്ചിട്ട് വേണം ചാള വേവാനായിട്ട്. അതിനുശേഷം എന്ത് വരുമ്പോൾ വിനാഗിരി ഒഴിച്ച് സെറ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് വരുമ്പോൾ നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചങ്ങോട്ട് കുഴച്ച് ജ്യൂസിയാക്കി എടുക്കണം. അതാണ് എക്സാക്ട്ലി പരുവം. ഇതിനകത്ത് ഇത്തിരി വെള്ളം കൂടുതലുണ്ട് ഓൾവേസ്, പക്ഷെ കുഴപ്പമില്ല. കാരണം ഇത് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോയാണ്. കപ്പ ബിരിയാണിയിൽ ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ആ ഫ്ലേവർ നമുക്ക് കപ്പയും അടിച്ച് കയറ്റാം. സോ ഇറ്റ്സ് എ നോ പ്രോബ്ലം. പക്ഷേ ഈ സാധനം ചോറും കൂട്ടി തിന്നാനുണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും വെള്ളം ഒഴിക്കാൻ പാടില്ല. നല്ല അവസാനം എണ്ണ ഒഴിച്ച് കുഴമ്പ് ഓരോരുത്തർ ജ്യൂസിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ മീനും റെഡി ആയിട്ടുണ്ട്, കപ്പയും വന്നിട്ടുണ്ട്. ഇവനെ യോജിപ്പിച്ചിട്ട് നമുക്ക് കപ്പ ബിരിയാണി ആക്കി എടുക്കണം. ഓക്കെ, ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഗൈസ് ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി വലിയ പരിപാടിയൊന്നുമില്ല. നൈസായിട്ട് എണ്ണ ഒഴിച്ചെടുക്കുന്നു. ഒരു പൊടിക്ക് കടുകും കൂടി ഇടണം, കുറച്ച് വേപ്പില്. അതിനുശേഷം എല്ലാം കൂടി ഇട്ട് മിക്സ് അടിക്കാം നമുക്ക്. ഇതായിട്ട് നമ്മൾ നൈസായിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, റെഡി. അതിനുശേഷം നമ്മൾ കുറച്ച് വേപ്പില. റെഡി. അടുത്ത പണി കപ്പയാണ്. കപ്പ കരിയല്ലേ, കടുക് കരിയരുത്. ഡേഞ്ചർ സോൺ. ഓക്കെ, അപ്പൊ കപ്പ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവനൊന്ന് ഈ കടുകുമായിട്ടൊന്ന് യോജിപ്പിക്കട്ടെ. മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടുള്ളൂ. ഒരു അത്യാവശ്യം കുഴഞ്ഞ പരുവത്തിൽ സെറ്റ് ചെയ്തെടുത്തേക്കാണ്. അതെ, അതിനുശേഷം ഇങ്ങനെ നടുക്കൊരു കുഴിയങ്ങാട് കുത്തും. ഓക്കെ, അതിനുശേഷം നമ്മുടെ ചാള നൈസായിട്ട് കൊട്ടിക്കൊടുക്കാം. റെഡി. ഓക്കെ, ഇനി ഇവനങ്ങാട് നൈസായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇവനങ്ങാണ്ട് ഐസായിട്ട് തേച്ച് പിടിപ്പിച്ചോളുക. അതിനുശേഷം ഇവൻ്റെ മുള്ളൊക്കെ ഒന്നെടുത്ത് മാറ്റണം. അതൊരു ടാസ്ക് പണിയാണ്. അല്ലെങ്കിൽ ഇടുന്നതിന് മുമ്പ് മുള്ളെടുത്ത് കളയാവുന്നതാണ്. അല്ലെങ്കിൽ തേച്ച് പിടിപ്പിച്ച് ഫ്ലേവർ ആക്കിയിട്ട് മുള്ളെടുത്ത് കളയണം. മുള്ളെടുത്ത് കളയാൻ ഇത്തിരി ടാസ്ക്കാണ്. വെരി സിമ്പിൾ. വാവ്. അപ്പോൾ ഇത്രയുള്ള സംഭവട്ടെ കഴിച്ചു. പക്ഷെ ഇതിനകത്ത് മുള്ളെടുത്ത് കളയല് പറഞ്ഞ പോലെ ഒരു ചില്ലറ പണിയാണ്. അത് കൈകൊണ്ട് തന്നെ ഊർത്തി ഇങ്ങനെ എടുത്ത് കളയാവുന്നതാണ്. അല്ലെങ്കിൽ കോരി പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം മുള്ളൂർത്തി കളഞ്ഞാൽ മതി. ഓൾറെഡി ഇതിനകത്തിട്ട് മിക്സ് ചെയ്തപ്പോൾ തന്നെ മുള്ള് 4 വഴിക്കും എന്താണ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇറച്ചി തന്നെ ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്തേക്കുന്നത്. അതുകൊണ്ട് മുള്ളൊരു വിഷയമല്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു അലമ്പായിട്ട് കിടക്കുകയാണെങ്കിൽ എടുത്ത് കളയുക, അല്ലെങ്കിൽ തിന്നം എടുത്ത് കളയുക. എപ്പടി ഷൈജി പൊളിയല്ലേ? ഷൈജിനോട് പൊളിയല്ലേ? ഷൈജി കപ്പ തിന്നൂല ഗൈസ്. കപ്പ തിന്നൂല, ചെമ്മീൻ തിന്നൂല, പോർക്ക് തിന്നൂല. പോർക്ക് തിന്നൂല്ലേ? ഒന്നും തിന്നൂല അവള്. ഭയങ്കര അയ്യക്കാരത്തിയാ. കപ്പ പൊളി സെറ്റല്ലേ? അപ്പൊ മുള്ള് നമ്മൾ കളയാൻ നിന്ന ടാസ്ക് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് മുള്ള് തിന്നും എടുത്ത് കളയുന്നതായിരിക്കും. കണ്ടോ, ഇതുപോലെ മുള്ള് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിങ്ങനെ എടുത്ത് കളയാന്ന് പറഞ്ഞാൽ, എടുത്ത് കളയാനാണെങ്കിൽ 2 വഴിയുണ്ട്. ഒന്ന് ഇതിന് ഇടുന്നതിന് മുമ്പ് എടുത്ത് കുടഞ്ഞിടണം, അല്ലെങ്കിൽ ഇതുപോലെ കപ്പയിൽ ഇട്ടിട്ട് എടുത്ത് കളയണം. കുഴച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ തിന്നാനായിട്ട് പ്ലേറ്റിലിടുമ്പോൾ താനെടുത്ത് കളഞ്ഞാലും മതി. മീനൊക്കെ മുള്ളല്ലേ നല്ലത്? മീനൊക്കെ നല്ലത് അല്ല, മുള്ളുണ്ടെങ്കിലല്ലേ സുഖമുള്ളൂ. ഇനിയിപ്പോൾ ഇത് ടാസ്ക്കാണ്, തിന്നാൻ നേരത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ പരിപാടി റെഡി ആയിട്ടുണ്ട്. വെരി സിമ്പിൾ ആയിട്ടുണ്ട്. നോക്കൂ നമ്മുടെ ഐറ്റത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ. ക്ലോസപ്പ് കൊടുക്ക് ഷൈജി. അപ്പം ഇതാണ് നമ്മ പറഞ്ഞ സാധനം. നിർഭാഗ്യവശാൽ ടേസ്റ്റ് ചെയ്യാൻ ആളില്ല ഗൈസ്. ഇത് ഉണ്ടാക്കിയിട്ട് ഭാര്യ വീട്ടിലൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് കൊടുക്കും. ഞാനിരുന്ന് അങ്ങാട് തിന്നും. പെണ്ണുമ്പുള്ള തിന്നൂല.
പെണ്ണുമ്പിളൊക്കെ കപ്പ എന്നൊക്കെ പറഞ്ഞ അയ്യമാണ്. സോ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഗായ്സ്, ഉണ്ടാക്കിയോണ്ട് പറയില്ല, സംഭവം പൊളിയാണ്. ചാളക്ക് ഇത്തിരി വെള്ളം കൂടിയപ്പോൾ എനിക്കൊരു ബാഡ് ഫീൽ അടിച്ചായിരുന്നു, വിഷമം വന്നായിരുന്നു. പക്ഷെ ഇതിനകത്ത് മിക്സ് ചെയ്തപ്പോൾ ഒരു രക്ഷയില്ല, പൊള്ളിയായിട്ടുണ്ട്. കുറച്ചും കൂടി വെളിച്ചെണ്ണ കൂടി തൂക്കി അങ്ങോട്ട് എടുക്കാം. ഹെവി ആയിട്ടാണോ ഒന്നും പറയാനില്ല, നല്ല മുട്ടാൻ ടേസ്റ്റ് ഉണ്ട്. ആ വിനാഗിരിയൊക്കെ കയറി കഴിഞ്ഞപ്പോൾ എന്താ അടിപൊളി. ഗൈസ്, മസ്റ്റ് ട്രൈ ആയിട്ട് ഉണ്ടാക്കി നോക്കിയേ തീരൂ. ഇതൊരു വെറൈറ്റി ആയിട്ടാണ്, നിങ്ങൾ എവിടെയും കണ്ട് കാണൂല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാം, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഓക്കെ, അടുത്ത പണിയാൻ വീണ്ടും കാണാം. ഫുൾ പവർ.